हबीबाय नबी मोहम्मद मुस्तफा ताजदारे मदीना नबी मोहम्मद मुस्तफा ये कहती कि गरे गरे आकर हलीमा मेरा घर में खैरुल वरा गया है ये कहती कि गरे गरे आकर हलीमा मेरा घर में खैरुल वरा गया है മദീനയിൽ ഒരു നേരത്തെ ഭക്ഷണത്തിന് വകയില്ലാതെ ഏതെങ്കിലും ഒരു കുട്ടിയെ മഴയൂട്ടാൻ കിട്ടിയാൽ തന്റെ മക്കൾക്ക് ഭക്ഷണം കൊടുക്കാമെന്ന മോഹത്തോടെ വന്ന മക്കയിലേക്ക് വന്ന ഹലീമത്ത് സഅദിയ എന്ന പട്ടിണി പാവത്തിന്റെ വീട്ടിലേക്ക് ഏത് പിഞ്ഞു പൈതലിന്റെ തളിരിളം കാലുകളാണോ ചവിട്ടപ്പെട്ടത് ആ സമയത്ത് ഏത് വീട്ടിലാണോ പാല് വെട്ടിപ്പോയ ആടിന്റെ അകട്ടില് പോലും പാല് നിറകടിച്ചത് സാന്നിധ്യം കൊണ്ട് ബറക്കത്തിന്റെ നാമമേ ആനന്ദത്തിന്റെ ദുർഗമേ ആദർശത്തിന്റെ മുത്തേ കടലിന്റെ രാജാവേ നബിയുനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ സദസ്സ് തീരുന്നതുവരെ സലാത്തിന് കുറവുണ്ടാകരുത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അല്ലാഹുവിന്റെ റസൂൽ മക്കം ഫത്ഹ് കഴിഞ്ഞിട്ട് മക്കം വന്ന് പിടിച്ചടക്കുകയാണ് മക്കം പിടിച്ചടങ്ങിയിട്ട് 10 ദിവസത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ താമസിക്കുമ്പോ പാതിരാ സമയത്ത് തവാഫ് ചെയ്യാൻ കഅബയിലേക്ക് പോയി ആ സമയത്ത് പ്രവാചകനോട് കലിപൂണ്ടു നിന്ന അല്ലാഹുവിന്റെ റസൂലിനെ കൊല്ലാൻ വ്രതമെടുത്തിരുന്ന ഫുലാൽ എന്ന മനുഷ്യനുണ്ടായിരുന്നു അയാൾക്ക് നബിയെ കൊല്ലാൻ കഴിഞ്ഞില്ല ഇനി എങ്ങനെയാ കൊല്ലുക മുഹമ്മദ് മക്കയിലെ രാജാവാണ് 10,000 അനുയായികൾ ഊരിപ്പിടിച്ച വാളുമായി മുഹമ്മദിന് കാവലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം പാതിരാ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ കഅബയുടെ മത്താബിലെ തവാഫ് ചെയ്യുകയാ ആ സമയത്ത് ഫുലാൽ ഊരിപ്പിടിച്ച മൂർച്ചയുള്ള വായുമായി കൈവാലയത്തിന്റെ ഭിത്തിയുടെ പുറകിൽ കാത്തിരിക്കുകയാ കൈവാലയത്തിന്റെ ഭിത്തിയുടെ പുറകിൽ ഒളിച്ചിരിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ കടന്നു വന്നു കൈവാലയത്തിന്റെ മത്താബിൽ വന്ന് ഒന്നാമത്തെ തവാഫ് ചെയ്യുകയാ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി കൈവാലയത്തെ തവാഫ് ചെയ്ത് ഫുദാലെ നബി തങ്ങളെ കാണുന്നില്ല തന്റെ പ്രിയപ്പെട്ട ഹബീബായ റസൂലുള്ളാഹിക്ക് വേണ്ടി സഹാബത്ത് വരാമെന്ന് പറഞ്ഞിട്ട് സമ്മതിച്ചിട്ടില്ല ഏകനായി തവാഫ് ചെയ്യുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ഫുദാലയുടെ തൊട്ട് മുമ്പിലെത്തുമ്പോ ആരും അറിയാതെ മാർജാര പാദ പതന ശബ്ദം കേൾപ്പിക്കാതെ ഫുദാല തന്റെ വാളിൽ വലിച്ചൂടി അല്ലാഹുവിന്റെ റസൂലിനെ പുറകിൽ നിന്ന് വെട്ടാൻ ഹബീബായ നബിയുടെ നേരെ ചാടേണ്ട താമസം ഹബീബായ നബി നാടെ മുഖത്തോട്ട് നോക്കുമ്പോ ഫുദാല കിടുങ്ങി മറച്ചു പോയി കൈ പൊന്തുന്നില്ല കൈ തളരുകയാണ് വാളനങ്ങുന്നില്ല അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്തിന്റെ പ്രകാശം കാണുമ്പോ സബീഹുക ബദറുല്ലൈനി ബലന്തനവറോ വവജൂക മിൻ മായ വവജൂക മിൻ നൂർ മലാഹതി അസറോ ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ ധവളപ്രകാശം കൊണ്ട് വിസ്മയിപ്പിച്ച അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്തിന്റെ ഒളി കാണുമ്പോ ഫുദാല ഞെട്ടിത്തെറിച്ചു പോയി ഹബീബായ നബി രണ്ടാമത്തെ തവാഫ് പൂർത്തിയാക്കുകയാ തന്റെ മുമ്പിൽ എത്തിയപ്പോ ഫുദാല രണ്ടാമത് ഊരിപ്പിടിച്ച വാളുമായി ഇറങ്ങേണ്ട താമസം അല്ലാഹുവിന്റെ റസൂലിന്റെ ആ നാട്ടിന്റെ വെളിവ് കാണുമ്പോ ഫുദാല ഞെട്ടിത്തെറിക്കുന്നു വാളിരിക്കുന്ന കൈവിറക്കുകയാണ് മൂന്നാമത്തെ തവാഫ് തീർന്നു നാലാമത്തെ തവാഫ് തീർന്നു 5, 6, 7ാമത്തെ തവാഫാണ് ഇവിടെ വെച്ച് കൊല്ലാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇനി മുഹമ്മദിനെ കൊല്ലാൻ എനിക്ക് കഴിയില്ല 7ാമത്തെ തവാഫ് പൂർത്തിയാക്കുകയാണ് തവാഫ് പൂർത്തിയായി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 7ാമത്തെ തവാഫ് ചെയ്തിട്ട് അല്ലാഹുവിന്റെ റസൂൽ അവിടെ ഇരുന്ന് ഖുർആൻ ഓതുകയാണ് വതൂരി വകിതാബിൻ മസ്തൂർ ഫീ റഖിൻ മൻശൂർ ഖുർആൻ ഓതേണ്ട താമസം ഖുർആൻ മനസ്സ് മുഴുവനും പിടിച്ചു നിർത്തി വർദ്ധിത വീര്യത്തോടെ തന്റെ മനസ്സിനെ മുഴുവനും പിടിച്ചു നിർത്തിയിട്ട് ഹബീബായ നബിയുടെ മുമ്പിലേക്ക് ചാടേണ്ട താമസം അല്ലാഹുവിന്റെ റസൂലിന്റെ ഖുർആൻ ഓതൽ കേട്ടപ്പോ ഫുദാല പേടിച്ചു മറച്ചുപോയി ഫുദാലയുടെ കയ്യിൽ നിന്ന് വാൾ താഴേക്ക് വീണു ഹബീബായ നബി തിരിഞ്ഞു നോക്കുമ്പോ താഴെ കിടക്കുന്ന വാളിന്റെ മുമ്പിൽ വിറക്കുകയാണ് ഫുദാല
ഫുലാലക്ക് മനസ്സിലായി താൻ പിടിക്കപ്പെട്ടു. മുഹമ്മദിന്റെ അനുയായികൾ തന്നെ തുണ്ടമായി വെട്ടിക്കളയും. മക്കയുടെ രാഷ്ട്രപതിയാണ് കൊല്ലാൻ വന്നത്. രാഷ്ട്രപിതാവിനെ വധിക്കാൻ വന്നവന് മുഹമ്മദിന്റെ ഉമർ തന്നെ വെറുതെ വെക്കുമോ? ഫുലാല കിടന്ന് വിറക്കാൻ തുടങ്ങി. ഫുലാലയുടെ നാവ് പറ്റിപ്പോയി. അള്ളാന്റെ റസൂൽ പറഞ്ഞു, ഫുലാല നിന്നെ ഞാൻ കണ്ടിരുന്നു ഫുലാല. ഒന്നാമത്തെ തവാഫിന് മതാഫിന് വരുമ്പോ എന്നെ കൊല്ലാൻ വേണ്ടി എന്റെ പള്ളിയിൽ കത്തിമുട്ടി ഇറക്കാൻ കാത്തു നിൽക്കുന്ന നിന്നെ ഫുലാല ഞാൻ കണ്ടു ഫുലാല. നീ ഇവിടെ നിൽക്കുന്നുണ്ടെന്ന് എനിക്കറിയാം ഫുലാല. പക്ഷേ ഫുലാല ആരും നിന്നെ കണ്ടിട്ടില്ല. ഓടി രക്ഷപ്പെട്ടോ ഫുലാല. ലോകത്തിന്റെ വിട്ടുവീഴ്ചയുടെ ഉദാരതയുടെ സാധ്യതയുടെ സഹാനുഭൂതിയുടെ ഉദാരതയുടെ സ്നേഹത്തിന്റെ വാത്സല്യത്തിന്റെ പകരം വെക്കാനില്ലാത്ത പര്യായ പദമേ അള്ളാന്റെ റസൂല് പറഞ്ഞ ഫുലാല. ഉമർ നിന്നെ കണ്ടിട്ടില്ല, ഖാലിദ് കണ്ടിട്ടില്ല. ഓടി രക്ഷപ്പെട്ടോ ഫുലാല. നിന്നെ ഞാൻ മാത്രമേ കണ്ടിട്ടുള്ളൂ, ഞാൻ മാത്രമേ കണ്ടിട്ടുള്ളൂ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് കേൾക്കേണ്ട താമസം, അത് കേൾക്കേണ്ട താമസം. ഫുലാല എന്ന അക്രമി അള്ളാന്റെ റസൂലിന്റെ കാലിലേക്ക് വീണു. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. ഞാനിതാ വന്നു നബിയേ, ഖുർആന്റെ വെളിച്ചത്തിലേക്ക്, തൗഹീദിന്റെ വെളിച്ചത്തിലേക്ക്, അങ്ങയുടെ ചാരത്തേക്ക് ഞാൻ വന്ന നബിയേ. അള്ളാന്റെ റസൂലിന്റെ മുമ്പിൽ കിടന്നിട്ട് തന്റെ തല കൊണ്ടുപോയി മണ്ണിലിട്ടിട്ട് ഫുലാല പൊട്ടിക്കരയാൻ തുടങ്ങി. ഈ മനുഷ്യനെയാണോ കൊല്ലാൻ വന്നത്? ഈ മനുഷ്യനോടാണോ വർഷങ്ങളോളം വൈരാഗ്യം മനസ്സിൽ നിറച്ചു നിന്നത്? ഫുലാല നീ എത്ര തെമ്മാടിയാണ് ഫുലാല. തന്റെ ആ വടിയരികിൽ കിടന്ന് തല കൊണ്ടുപോയി മണ്ണിലിട്ട് ഉരുട്ടി ഉരുട്ടി അവസാനം ഫുലാല വീട്ടിലേക്ക് പോവുകയാ. പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, ഖുർആൻ എന്താ? ആ ഫുലാല വീട്ടിലേക്ക് പോകുമ്പോഴാണ് പതിവ് പോലെ ഫുലാലയെ കാത്ത് നാട്ടിലെ വേശ്യപ്പെണ്ണ് കാത്തിരിക്കുന്നത്. അണിഞ്ഞൊരുങ്ങി ആ നാട്ടിലെ വേശ്യപ്പെണ്ണ് കാത്തിരിക്കുകയാണ്. ഫുലാല വരിക ഫുലാല, നിനക്ക് വേണ്ടി എന്റെ കിടപ്പറ ഞാൻ മാറ്റിവെച്ചിരിക്കുകയാ. ഓ സമയത്ത് ഫുലാല എന്ന ചെറുപ്പക്കാരൻ ഖുർആന്റെ അത്ഭുതമേടാണ്. ഓ ഫുലാല എന്ന ചെറുപ്പക്കാരന് മുസ്ലിമായിട്ടൊരു മണിക്കൂർ പോലുമായിട്ടില്ല. ആ വേശ്യപ്പെണ്ണിനോട് പറഞ്ഞു, ഇല്ല പെണ്ണേ, ഇല്ല പെണ്ണേ, ഇല്ല പെണ്ണേ, അസ്ലം ദുബൈന യദയിൽ മുസ്തഫ. ഹബീബായ നബിയുടെ മുമ്പിൽ വെച്ച് ഞാൻ മുസ്ലിമായി. അങ്ങോട്ട് പോയപ്പോ ഈ പെണ്ണിന്റെ കടപ്പുറയിൽ കിടന്ന് വ്യഭിചരിച്ചിട്ട് പോയ ഫുലാല. ആ ഫുലാല പറഞ്ഞു, ഇല്ല 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 ഇല്ല, അസ്ലം ദുബൈന യദയിൽ മുസ്തഫ. ഞാൻ ഹബീബായ നബിയുടെ മുമ്പിൽ മുസ്ലിമായി. ഒരു മണിക്കൂർ പോലും ആയിട്ടില്ല മുസ്ലിമായിട്ട്. ഖുർആന്റെ ആയത്ത് മനസ്സിൽ കയറിയപ്പോ, ഖുർആന്റെ ആയത്ത് മനസ്സിൽ കയറിയപ്പോ, ഇല്ല നിന്റെ കടപ്പറയിലേക്ക് ഞാൻ ഇനി വരില്ല. ഫുലാല നിനക്കിനി കിട്ടില്ല. ഫുലാല ഇനി വ്യഭിചരിക്കില്ല. ഫുലാല ഇനി വ്യഭിചരിക്കില്ല. അസ്ലമ ഫുലാല. യൂറോപ്പിലെ പച്ചവിചാരിയ മനസ്താന്തരമുണ്ടാക്കി ലോകത്തിന് സമർപ്പിക്കാൻ ബ്രിട്ടീഷ് ലൈബ്രറിയിലെ മഹാഗ്രന്ഥത്തിന് കഴിയില്ല. ഷേക്സ്പിയറിന്റെ നാടകത്തിന് കഴിയില്ല. യുദ്ധയുടെ റൊമാന്റിക് ഭാവനയ്ക്ക് കഴിയില്ല. എലൻഗറിന്റെ നോവലിന് കഴിയില്ല. പക്ഷേ സഹോദരങ്ങളെ, പക്ഷേ ലോകത്തിന് അത്ഭുതം നടത്തിയത് ഒരു പച്ച വ്യഭിചാരിയെ ഒരൊറ്റ നിമിഷം കൊണ്ട് ലോകത്തിന്റെ മുമ്പിൽ സമർപ്പിച്ചു കൊടുക്കാൻ, അവന്റെ ഹൃദയത്തിലോട്ടിറങ്ങാൻ. ആ വിദ്യാഭ്യാസമാണ് ഖുർആന്റെ വിദ്യാഭ്യാസം. ഹാഫിളായ ഒരു കുഞ്ഞ് അവൻ മരിക്കുന്നത് വരെ അവൻ മദ്യപിക്കില്ല, അവൻ വ്യഭിചരിക്കില്ല. കാരണം അവന്റെ മനസ്സിൽ ഓർമ്മയുണ്ട്, അല്ലാഹുവേ എന്റെ ഹൃദയത്തിൽ ഞാൻ മനഃപാഠമാക്കിയതെന്താ? ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് ഏഴാനാകാശത്തിൽ നിന്ന് റൂഹുൽ അമീൻ പറഞ്ഞു കൊടുത്ത ഈ സുന്ദരമായ വാക്യമാണ് എന്റെ ഹൃദയത്തിന്റെ ഉള്ളിലുള്ളത്. അതുകൊണ്ട് ഖുർആൻ അത്ഭുതങ്ങളുടെ മഹാത്ഭുതമാണ്. ബസ്മതി അരിയെ കുറിച്ചിട്ട് മാത്രമല്ല, സൂര്യന്റെ ഭ്രമണപഥത്തെ കുറിച്ചിട്ട് മാത്രമല്ല, ഇരുമ്പിനെ കുറിച്ച് മാത്രമല്ല, ഉറുമ്പിനെ കുറിച്ച് മാത്രമല്ല, സൂര്യനെ കുറിച്ച് പറഞ്ഞ ഗ്രന്ഥമാണ്. ഇസ്ലാമിലേക്ക് ഖുർആൻ കടന്നു വരുമ്പോ ഉമർ റളിയല്ലാഹു അൻഹുവിനെ മയ്യത്ത് കുളിപ്പിക്കുമ്പോ ആ സമയത്ത് വനത്തെ തോളിലൊരു അടയാളം ഉണ്ടായിരുന്നു. ഏതടയാളമെന്നറിയോ? തന്റെ ജാഹിലിയ്യ കാലഘട്ടത്തിൽ
മല്ലന്മാരെ തോളിൽ വെച്ച് വട്ടം ചുറ്റിയതല്ല. ആ മനുഷ്യനെ കുളിപ്പിക്കുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ വലത്തെ ചുമലിൽ ഒരു അടയാളം ഉണ്ടായിരുന്നു. പാതിരാ സമയത്ത് പാവപ്പെട്ടവർക്ക് ഭക്ഷണത്തിന് വേണ്ടി മാവും ഗോതമ്പ് മാവും ചുമന്നുകൊണ്ട് പോയതിന്റെ അടയാളം ആ മനുഷ്യന്റെ മയ്യത്ത് കുളിപ്പിക്കുമ്പോ ആ മനുഷ്യന്റെ വലത്തെ തോളിലുണ്ടായിരുന്നു. പാതിരാ സമയത്ത് അഗതികൾക്കും യതീമീങ്ങൾക്കും അനാഥർക്കും ഗോതമ്പിന്റെ റൊട്ടിയും ചുമന്നുകൊണ്ട് പോയ പാടിന്റെ അടയാളത്തിന്റെ തിരുശേഷിപ്പ് ഈ മനുഷ്യന്റെ ചുമലിലുണ്ടാകുന്ന രീതിയിൽ ഉക്കാളാച്ചന്തയില് മല്ലന്മാരെ തോളിൽ വെച്ച് അമ്മാനമാടിയ മനുഷ്യനെ ഈ രീതിയിൽ പരിവർത്തിപ്പിച്ചതാരാ?